ഇന്ന് കർക്കിടകം ഒന്നാണല്ലേ, രാമായണ മാസവും പുണ്യമാസമൊക്കെയാണ്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓണം വരും. അപ്പോൾ ഓണത്തിന് ഇതുപോലത്തെ ജാസ്മിനൊക്കെ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പഠിച്ചാലോ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഞാൻ ക്ലാസ് പോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ, മുല്ലമുട്ട്, കനകാമ്പരം, പിച്ചിയൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് മൈസൂർ മല്ലി എന്നാണ് ഇതിൻ്റെ പേരെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതെങ്ങനെയാണ് ഹാൻഡ് മെയ്ഡായിട്ട് കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഒരു 1.25 ഇഞ്ചിൽ ഇതുപോലെ കോമ്പസ് ഒന്ന് അളവെടുക്കുക കേട്ടോ. നമുക്കൊരു 3.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 1.25 ഇഞ്ച് കോമ്പസിൽ അളക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു A4 ഷീറ്റിലാണ് ആദ്യം കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിയുള്ള ഏതെങ്കിലും ഷീറ്റുകൾ, കാർഡ്ബോർഡ് വേണ്ട, അതിലും കുറച്ച് കട്ടി കുറഞ്ഞിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷീറ്റിൽ ഇതുപോലെ റൗണ്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇതിലാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഫ്ലവർ വരയ്ക്കുന്നതെന്ന്, നമ്മൾ ആപ്പൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അത് നോക്കിയിട്ട് വരയ്ക്കാം. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവർ വരച്ചെടുക്കാനായിട്ട്. ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ആപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിൻട്രസ്റ്റും അതുപോലെ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ 2 ആപ്പ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഈ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഐവറി ഷീറ്റിലേക്ക് 0.8 mm ഐവറി ഷീറ്റാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി നോക്കിക്കോളൂ. അപ്പോൾ 0.8 mm ഐവറി ഷീറ്റിൽ നമ്മൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ടൂത്ത് പിക്കാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും മാത്രമേ എടുക്കാവൂ കേട്ടോ. ഒരുപാട് മോന കൂർത്ത ഐറ്റംസ് ഒന്നും എടുക്കരുത്, കീറിപ്പോവും നമ്മുടെ ഈ ഒരു ഷീറ്റ്. അപ്പോൾ നിങ്ങൾ ടൂത്ത് പിക്ക് പോലെ എന്തെങ്കിലും അത്രയധികം മൂർച്ചയില്ലാത്ത ടൈപ്പ് ഐറ്റംസ് കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു കർവൊക്കെ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഫ്ലവർ ഹീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തും എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര പീസ് വേണോ അത്രയും പീസ് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് നമുക്കിതിൽ വേണ്ടത് ആ കർവുകൾ, നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന ആ കർവുകൾ ആണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ജാസ്മിൻ്റെയൊക്കെ ഫ്ലവർ മേക്കിംഗ് കട്ടർ വെച്ചിട്ടും അല്ലെങ്കിൽ തന്നെ കനകാമ്പരത്തിൻ്റെ കട്ടറൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. കട്ടറുകളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി പറഞ്ഞു തരുന്നത്. ഇനി നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡായിട്ട് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സർക്കിളിൽ വരയ്ക്കണം. 1.25 ഇഞ്ചിൽ കോമ്പസ് എടുത്തൊരു സർക്കിൾ വരയ്ക്കാം. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഫ്ലവർ ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴും പതുക്കെ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ പതുക്കെ ശ്രദ്ധിച്ച് ആ കർവുകളൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ തിങ്കളാഴ്ച മുതൽ എംബ്രോയിഡറിയുടെ ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിലാണ് ഫ്രീ ക്ലാസ്. നിങ്ങളൊന്നും ചെയ്യേണ്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓളാക്കി വെക്കുകയും ചെയ്യുക കേട്ടോ. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണാൻ ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സിലേക്ക് ജോയിൻ ആയിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാവുന്നതാണ്. അതുപോലെ ഓൺലൈൻ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് ഇടാം. ഇതുപോലെ നമ്മൾ ഫ്രീ ക്ലാസ് ചെയ്തതാണ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ. അതിൽ നിന്നാണ് നമുക്ക് എൻക്വയറി കുറേ വന്നിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ ക്ലാസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എംബ്രോയിഡറി ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതും സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്കിപ്പോൾ ഫ്രീ ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട്, ചിലർക്ക് ഫീസ് കൊടുത്ത് പഠിക്കാനൊന്നും പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. എംബ്രോയിഡറി ക്ലാസ്സിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും വേണ്ട. തുടക്കത്തിൽ തന്നെ നമുക്ക് എംബ്രോയിഡറിക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ്, ത്രെഡൊക്കെ നമുക്ക് നല്ല റേറ്റ് കുറവിൻ്റെ ത്രെഡൊക്കെ വാങ്ങിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു ഫ്രെയിം, പിന്നെ നീഡിൽ, ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മൾ ഫ്ലവർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജാസ്മിൻ ഫ്ലവറിൻ്റെ കട്ടർ വെച്ച് എടുത്ത പീസാണിത്. ഇതിലെങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതുപോലെ മുകൾ ഭാഗം, ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പായിരിക്കും, അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കൂർത്ത് നിൽക്കുന്ന പോലെ ഒന്ന് കണ്ടോ, നല്ല ഷാർപ്പായിട്ട് വയ്ക്കുക. അത് റൗണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗമൊന്നും നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കളയണ്ട, മുകൾ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ഷാർപ്പൻ ചെയ്ത് വയ്ക്കുക. ബാക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഹീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ജാസ്മിൻ്റെ കട്ടർ വെച്ച് ഇത് കട്ട് ചെയ്തല്ലേ, അതിൻ്റെ പീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഹീറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഞാൻ ടൂത്ത് പിക്കോ, ഇത്
ഞാനിപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ എന്താ പറയുക സ്റ്റിക്കാണ്, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഒന്നും വെച്ച് പിടിക്കരുത്. അതെ, ജസ്റ്റ് താഴേക്ക് വീണ് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ പിടിച്ചിട്ട് ഈ പെറ്റൽസ് എല്ലാം ഇതുപോലെ അടക്കി പിടിക്കുക കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടക്കിയിട്ട് ഇതുപോലെ കൂട്ടി പിടിച്ച് നിൽക്കുക. ഒരു 3-4-5 സെക്കൻഡ് നിങ്ങളൊന്ന് കൂട്ടി പിടിച്ച് നിൽക്കുക. ആ ഹീറ്റ് വിട്ടു പോകുന്ന വരെ നമ്മളിങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പോൾ നമുക്കത് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുക. ആ ചൂടിൽ അങ്ങനെ തന്നെ അത് നിൽക്കും. അങ്ങനെയാണ് ഇത് മേക്ക് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് കുറേയൊക്കെ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോഞ്ച് ഉണ്ടല്ലോ, സ്പോഞ്ച് ഒന്ന് കട്ട് ചെയ്യുക മീൻസ് ഫുൾ കട്ട് ചെയ്ത് കളയാനല്ല, അതിൻ്റെ ഉൾഭാഗത്ത് ചെറിയൊരു കട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമുക്കിത് അങ്ങനെ തന്നെ ഇറക്കി വെക്കാം. അപ്പോൾ അത് അങ്ങനെയാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്ന് അങ്ങനെ ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി തരാണ് കേട്ടോ എങ്ങനെ ചെയ്യണേന്നുള്ളത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. അതും ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു തുമ്പ് ഭാഗം എല്ലാം ഇതുപോലെ കൂട്ടി പിടിക്കുക. ഇതങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു 3-4-5 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ആ ഹീറ്റ് പോകുന്ന വരെ നമ്മൾ ഇതുപോലെ പിടിച്ച് നിന്നാൽ നമുക്കതവിടെ കറക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ വിടർന്ന് പോരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സ്പോഞ്ചിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ കീറി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമുക്ക് ഇറക്കി വെക്കാമെന്ന്. ഓരോന്ന് ചൂടാവുന്നത് ഇങ്ങനെ പിടിക്കുക, ഇറക്കി വെച്ച് കൊടുത്ത് നമുക്ക് അടുത്തടുത്ത് വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സ്പോഞ്ചിലേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ എങ്ങനെയാണ് സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ച് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഒന്നും മേക്കിംഗ് ഞാൻ കാണിക്കുന്നില്ല. സ്റ്റെം മേക്കിംഗ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇനി ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റെം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ B7000 ഒക്കെ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് നമ്മളിങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ വിട്ടുപോകും. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിക്കായി വരെ ഒന്ന് നമ്മൾ പിടിച്ച് നിൽക്കണം. ഗ്ലൂ ഗണ്ണാണ് നമുക്ക് ഇതിനൊക്കെ എളുപ്പം, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കാവും. അപ്പോൾ നമുക്ക് അടുത്തടുത്ത് വേഗം ചെയ്താകുമ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്പോഞ്ചിൽ ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്പോഞ്ച് ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നിരത്തി കുറേ വെച്ചിട്ട് നമുക്ക് സ്റ്റെമ്മ് വേഗം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പിടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും അത് പെട്ടെന്ന് അങ്ങനെ ഒന്ന് സ്റ്റിക്കായിട്ട് വരും. എന്ന് വെച്ചിട്ട് ഉണങ്ങണമെങ്കിൽ B7000 ഗ്ലൂ കുറച്ച് ടൈം എടുക്കും. ഗ്ലൂ ഗൺ പോലെ പെട്ടെന്ന് ഉണങ്ങി പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും, എങ്കിലും എളുപ്പം അങ്ങനെ നമ്മൾ സ്പോഞ്ചിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് ഫ്ലവർ വരുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കണം. ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് കട്ട് ചെയ്തെടുത്തപ്പോൾ ലെങ്ത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവർ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സാധാരണ നമ്മൾ കോർക്കുന്ന സമയത്താണ് കട്ട് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാസ്മിൻ്റെ എല്ലാത്തിൻ്റെയും കനകാമ്പരം, പിച്ചി, മുല്ലമുട്ടുകൾ ഒക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതും കട്ടർ വെച്ച് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. എന്തായാലും ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഒക്കെ ചെയ്യാം. ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല റേറ്റാണ്, കാരണം അതിനായിട്ടുള്ള പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളപ്പോൾ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് നമുക്കും മക്കൾക്കൊക്കെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ചാനൽ കയറി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ചെയ്തിട്ട് ഞാൻ പൂ കെട്ടുകയല്ല ചെയ്തിട്ട് ഒരു ക്ലിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൂമാല കെട്ടണേൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ ജാസ്മിൻ മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാമെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ക്ലിപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലിപ്പിൻ്റെ ഷോർട്സ് നമുക്ക് നാളെ കാണാം. ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട് വീഡിയോ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം എംബ്രോയിഡറി ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.